ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടലയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു വെള്ളക്കടലയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് മസാലാസ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ഒരു കുക്കർ ചൂടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അതുപോലെ തന്നെ സവോള അരിഞ്ഞത് ഒരുപാട് നേർപ്പിച്ചരിയേണ്ട കാര്യമൊന്നുമില്ല. കുക്കറിലാണ്, പെട്ടെന്ന് വെന്തോളും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലുതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സവോള കൂടി ഇട്ടെടുക്കുക. ഒരു 3 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മളുടെ എരിവിനനുസൃതം ഉപയോഗിക്കാവുന്നതാണ്. പച്ചമുളക് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കുറച്ചിട്ടാൽ മതിയാകും. അപ്പോൾ 2 തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാടങ്ങ് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മാത്രമാണ് ഞാനിതിലേക്ക് ഇട്ടിരിക്കുന്നത് പൊടികളായിട്ട്. മല്ലിപ്പൊടി ഒരുപാട് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും കൂടുതൽ ഉപയോഗിക്കേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ഗരം മസാല വേണം. കുറച്ച് ഗരം മസാലയും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും. അത് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ആക്ച്വലി ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്, അതുകൊണ്ടാണ് കുറച്ച് ജീരകപ്പൊടി കൂടി ചേർക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് അത് ഉരുളൻകിഴങ്ങാണ്. അതുകൂടി നമുക്ക് ഒരു വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും വെള്ളക്കടല കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തലേന്ന് കുതിർത്ത വെള്ളക്കടലയാണ്, അതുകൂടി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ അറിയക്കൂടിയില്ല, ഇതിനകത്ത് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയക്കൂടിയില്ല. നല്ല മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഈ കടല എടുത്ത് അരയ്ക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുന്നതാണ്. അപ്പം ഇത് നല്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അത്രയും മതിയാകും. ഒരു 20-25 മിനിറ്റിൽ നമ്മളുടെ കറി റെഡിയാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് നല്ല ഉടച്ചു കൊടുക്കണം. നല്ല ഉടച്ചു കൊടുക്കുമ്പോൾ ഈ കറി നല്ല തിക്കായിട്ടിരിക്കും. ഇതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. Thanks for watching.